ഹലോ ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങളെ 4 പ്ലഗിൻ പരിചയപ്പെടുത്താനാണ് വന്നത്. അത് ഫൈനൽ കട്ട് പ്രോയ്ക്ക് വേണ്ടിയുള്ളത്. നിങ്ങളുടെ എഡിറ്റിംഗ് കുറേ കൂടി ഈസി ആക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിഷ്വൽ ഗുമ്മാക്കാനും ഈ 4 പ്ലഗിൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, വെൽക്കം ടു എഡിറ്റ് സ്ക്വാഡ്. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പ്ലഗിൻ എല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത് Tap5a എന്ന് പറയുന്ന ഒരു ക്രിയേറ്ററാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 720p പ്രൊജക്റ്റാണ് ഫോർ ഡെമോ പർപ്പസസ്. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ എഫക്ട്സ് വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ Tap5a 4 പ്ലഗിൻസ് കാണാം. നമുക്ക് ആദ്യം Tap5a സൂം ഹൈലൈറ്റ് നോക്കാം. ഞാൻ ഈ സൂം ഹൈലൈറ്റ് ഇതിന് മുമ്പും പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. എൻ്റെ മിക്ക വീഡിയോകളിലും ഞാൻ അത് യൂസ് ചെയ്യുന്നതുമാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമേജ് തൽക്കാലത്തേക്ക് ലോഡ് ചെയ്തേക്കുക. നമുക്ക് Tap5a സൂം ഹൈലൈറ്റ് പ്ലഗിൻ ഇടാം. ഇങ്ങനെയാണ് സൂം ഹൈലൈറ്റ് അപ്പിയർ ആവുന്നത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൈലൈറ്റ് ഏരിയയും സൂംഡ് ഹൈലൈറ്റ് ഏരിയയും ഉണ്ട്. ഹൈലൈറ്റ് ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഭാഗമാണോ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ സൂംഡ് ഹൈലൈറ്റ് ചെയ്യുന്ന വെച്ചാൽ ആ ഏരിയത്തിലൂടെ വലുതാക്കി കാണിക്കും. റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടർ വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റിന് വേണ്ടിയുള്ള ഒരുപാട് സെറ്റിങ്സ് അതിലുണ്ടാവും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഓരോന്നായിട്ട്. ഈ ഒരു എഫക്റ്റിനെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ റൗണ്ട്നെസ് ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൗണ്ട്നെസ് സെറ്റ് ചെയ്തു. ഇത് പ്ലേ ബാക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഇവിടെ മുകളിൽ സെറ്റപ്പ് മോഡ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് ഡീസെലക്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അറ്റത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് ആനിമേഷനും കാണാം. ഇതാണ് ഒരു പ്ലഗിൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഒരു റിവീലർ പ്ലഗിൻ. ഇമേജ് ഒന്ന് ലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഇമേജിന് ഒരു ആനിമേഷൻ കൊടുക്കണം. അതായത് ഇമേജ് കയറി വരുന്നതിനും ഇറങ്ങി പോകുന്നതിനും. അപ്പോൾ അതിനാണ് അടുത്തത് Tap5a ക്വിക്ക് ഇൻ ഔട്ട് റിവീലർ എന്ന് പറയുന്നത്. അത് ഇമേജിലേക്ക് ലോഡ് ചെയ്യാം. ഏത് ഏരിയ റിവീൽ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നമുക്കതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു പോർഷൻ ആയിട്ടോ അല്ലെങ്കിൽ മൊത്തത്തിലോ തന്നെ നമുക്കിങ്ങനെ റിവീൽ ചെയ്യിക്കുന്ന രീതിയിൽ ചെയ്യാം. ഇവിടെ ഇൻ റിവീലർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് പോർഷനിൽ നിന്ന് എങ്ങനെ വരണം അല്ലെങ്കിൽ അത് ഏത് എഫക്റ്റിൽ വരണം എന്നുള്ളത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഔട്ട് കൺസീലർ കൊടുത്തു കഴിഞ്ഞാലും സെയിം അതുപോലെ തന്നെ അത്രയും എഫക്റ്റുകൾ ഇതിലും ഉണ്ട് അതിൻ്റെ ഔട്ട് ട്രാൻസിഷൻ സെറ്റ് ചെയ്യാനായിട്ട്. ഇനി മൂന്നാമത്തെ പ്ലഗിനാണ് Tap5a തന്നെ ക്വിക്ക് ഇൻ ഔട്ട് ബൗൺസർ എന്ന് പറഞ്ഞിട്ട്. ഇനി അത് നമുക്ക് ആ എഫക്റ്റ് നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ ഒരു ചാടി ഒന്നൊരു ആനിമേഷൻ ഉണ്ട്, അങ്ങനെ ചെയ്യാം. ഇനി അത് മാത്രമല്ല, നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ബൗൺസ് ബാക്ക് വേണോ, ഓവർഷൂട്ട് വേണോ, അത് ബൗൺസിൻ്റെ ടൈപ്പ് എങ്ങനെ വേണം, അല്ലെങ്കിൽ ഇൻ എങ്ങനെ ആയിരിക്കണം, ആ ബൗൺസിൻ്റെ ഇൻ എങ്ങനെ ആയിരിക്കണം, ഫ്ലൈ ഫ്രം ടോപ്പ്, റൈറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ടും എങ്ങനെ തന്നെ പോകണമെന്നുള്ളതുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ സ്പിൻ ഔട്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഔട്ട് എങ്ങനെ പോകുമെന്ന് നോക്കാം. ആൻഡ് അത് അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് അത് യൂസ് ചെയ്യാനായിട്ട്. ഇനി നാലാമത്തെ ദ ഫൈനൽ പ്ലഗിൻ Tap5a ക്വിക്ക് ഇൻ ഔട്ട് ആനിമേറ്റർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇമേജ് അതുപോലെ ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വിക്ക് ഇൻ ഔട്ട് ആനിമേറ്റർ ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും സെയിം ഇൻസ്പെക്ടർ വിൻഡോയിൽ സെയിം കുറേ എഫക്റ്റുകൾ ഇൻ ഔട്ടിന് മാത്രമായിട്ടുണ്ട്. ഫ്ലൈ ഫ്രം ലെഫ്റ്റ്, ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഫ്ലൈ ഫ്രം റൈറ്റും വൈപ്പ് ടു ടോപ്പും ആക്കാം. അല്ലേ വേണ്ട, വൈപ്പ് ടു ലെഫ്റ്റും കിടക്കട്ടെ. ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഫ്ലൈ ഫ്രം റൈറ്റ് ആയിട്ട്. ഇനിയിപ്പോൾ സമയം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് ഔട്ട് പോയിന്റ് കണ്ടു നോക്കാം. പൈപ്പ് ഔട്ടായി. ഈ പ്ലഗിൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.